ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് ജംഗ്ഷൻ ബോക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് PVC ബോക്സ്, അതായത് 4x4 ഇഞ്ച് PVC ബോക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുറേ പൈപ്പുകൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് മെയിൻ ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വരുന്ന ഫ്രണ്ടിൽ വരുന്ന ഈ പറയുന്ന ഷീറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് ഈ കാണുന്ന 4x4 ബോക്സാണ് വരുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന 4x4 PVC ബോക്സിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ഷീറ്റാണ് വരുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ചെയ്യാൻ കാരണം, ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ പറയുന്ന ഷീറ്റ് അവൈലബിൾ ആണോ എന്ന്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 4x4 ഇഞ്ച് ഷീറ്റ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 6x4, ഇങ്ങനെ പല ഷേപ്പ്. ഏത് ബോക്സാണോ നമ്മൾ PVC ബോക്സ് ആണോ നമ്മൾ ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് കറക്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേറെ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹോൾഡറോ ട്യൂബ് സെറ്റോ കാര്യങ്ങൾ കൊടുക്കുന്ന ഏരിയ, ലൈറ്റ് കൊടുക്കുന്ന ഫാൻസി ലൈറ്റ് ആണെങ്കിൽ പോലും, അത്യാവശ്യം വെയിറ്റുള്ള ഫാൻസി ലൈറ്റ് ആണെങ്കിൽ പോലും ഇതിൽ നമുക്ക് ലോഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ സാധാ ടൈപ്പ് ജംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അത് പിടിപ്പിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. കാരണം അത്യാവശ്യം വരുന്ന ഫാൻസി, നല്ല വെയിറ്റ് വരുന്ന ഫാൻസി ആണെങ്കിൽ കൂടിയും നമുക്ക് സ്ക്രൂമേ ഈ പറയുന്ന PVC മെറ്റീരിയൽമേ ഈ ബോക്സുമേ നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നിൽക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നീറ്റായിട്ട് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ട ഒരു ട്യൂബ് സെറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, സീലിംഗ് ക്രോസ് കൊടുത്തതിന് ശേഷം ട്യൂബ് സെറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജംഗ്ഷനായിട്ട് അവിടെ നിൽക്കും. വേറെ ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വയറിങ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, പ്രത്യേകിച്ച് പിന്നീട് ഒരു വയർ വലിക്കുന്ന, AC-യുടെ വയർ വലിക്കണമെന്നുണ്ടെങ്കിലും ഈ ജംഗ്ഷൻ ബോക്സ്, അതായത് ഈ പറയുന്ന ബോക്സ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചത് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ സിമ്പിളായിട്ട് വയർ വലിച്ച് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ എപ്പോഴും ഓപ്പണായ രീതിയിൽ നമുക്ക് തുറക്കാനൊക്കെ എളുപ്പമായിട്ട് രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ PVC ബോക്സ് വെച്ച് പോകുന്നത്. ഇപ്പോൾ ഹോൾഡറും കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഹോൾഡർ കൊടുക്കുന്ന സ്ഥലത്ത് ഫാൻസി ലൈറ്റ് വേണമെങ്കിൽ ഫാൻസി ലൈറ്റും കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടൈറ്റ് വയറിങ്, അതായത് പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ജംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റ് വയറിങ് ചെയ്യുകയാണെങ്കിൽ ഇൻഡക്ഷൻ കറണ്ടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം LED ബൾബ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടാലും കത്തുന്ന ഒരവസ്ഥ, തെളിഞ്ഞ് ചെറുതായിട്ട് ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ വരും. നമ്മൾ ഈ പറയുന്ന PVC ബോക്സ് ഉപയോഗിച്ചിട്ട് മാക്സിമം പൈപ്പിൻ്റെ എണ്ണം കൂട്ടുക, അതായത് സർക്യൂട്ടുകളുടെയും പൈപ്പുകളുടെയൊക്കെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട്, സർക്യൂട്ടുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പൈപ്പിൻ്റെ എണ്ണവും കൂട്ടണം. ടൈറ്റ് വയറിങ് ചെയ്യാതിരിക്കുക. ടൈറ്റ് വയറിങ് ചെയ്യുന്ന സമയത്ത് അത് ഒരു പൈപ്പിലൂടെ പോകുന്ന വയറിൻ്റെ എണ്ണം ഒരു നിജപ്പെടുത്തണം. ഒരു പകുതി മാത്രമേ ആ പൈപ്പിലൂടെ കൊണ്ടുപോകാവൂ. കാരണം അതിന് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കറണ്ട് ഉറപ്പായിട്ട് വന്നിരിക്കും. പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ജംഗ്ഷനുകൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം ഒരു 90% വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് പൈപ്പിൻ്റെ എണ്ണം കൂട്ടാൻ സാധിക്കും. അപ്പോൾ പൈപ്പ് ഇപ്പോൾ 4x4 PVC ആണെങ്കിൽ അതിലൊരു 12 പൈപ്പ് വരെ 4 സൈഡുകളിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ 4x4 PVC ബോക്സ് തന്നെ വെച്ച് വയറിങ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. വേറെ ഒന്നും കൊണ്ടാലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇൻഡക്ഷൻ കറണ്ട് നമുക്ക് മാക്സിമം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് വരുന്ന 4x4 PVC ബോക്സാണ് നമ്മൾ, ഇതിൻ്റെ ഷീറ്റാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതിലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from